പടയപ്പ കാണാൻ തിയേറ്ററിൽ കയറിയ ഷാജി കൈലാസ്. ഈ സമയം പുതിയ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വികസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത്. പടയപ്പയുടെ ഹരത്തിൽ ഇതുപോലൊരു സിനിമ മലയാളത്തിലും വേണം എന്ന് ഷാജി കൈലാസിനും ആഗ്രഹമുണ്ടായി. മോഹൻലാലിൻ്റെ കൂടെ മമ്മൂട്ടിയും വന്നതും പടം വേറെ ലെവൽ. ഇപ്പോൾ സിനിമാ ലോകത്ത് 4 പതിറ്റാണ്ടിലേറെ പിന്നിട്ട മലയാളത്തിൻ്റെ ബിഗ് എംകൾ രണ്ടുപേരും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ഓൺ സ്ക്രീൻ മായാജാലം. സ്ക്രീനിന് പിന്നിൽ ഒരുപാട് കഥകളുമായി പിറന്ന മലയാള സിനിമയിലെ ക്ലാസിക് ആക്ഷൻ ചിത്രം ബജറ്റിനേക്കാൾ 22 ഇരട്ടി തുക ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ മലയാള സിനിമയ്ക്ക് നൽകിയ ചിത്രമായിരുന്നു നരസിംഹം. 2000-ലായിരുന്നു നരസിംഹം തിയേറ്ററുകളിൽ എത്തിയത്. ഐശ്വര്യ ഭാസ്കരൻ, തിലകൻ, NF വർഗീസ്, കനക, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്ന പൂവള്ളി ഇന്ദുചൂടൻ കൊലപാതക കേസിൽ കുടുങ്ങുകയും ജയിൽ ശിക്ഷ അനുഭവിച്ച് 6 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം. പിതാവിനോടുള്ള പ്രതികാരമായി അവരുടെ നാട്ടിൽ തന്നെയുള്ള പ്രമുഖ കുടുംബം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാൻ കെട്ടിച്ചമച്ച കേസിൽ ഉൾപ്പെടുക വഴി ജീവിതം മാറിമറിഞ്ഞ ഇന്ദുചൂടൻ തിരിച്ചുവരവിൽ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് കഥ.